പ്രോസിക്യൂഷൻ ഉടൻ തന്നെ അപ്പീൽ പോകാനായിരിക്കുമല്ലോ നീക്കം. ഇപ്പോൾ പ്രോസിക്യൂട്ടർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ റോഷി? അരുൺകുമാർ, പ്രോസിക്യൂട്ടർ വി അജയകുമാർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധനയിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഈ വിധിപ്പകർപ്പ് ലഭിച്ചാൽ അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. ഈ വരുന്ന ആഴ്ച തന്നെ അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 തരത്തിലായിരിക്കും അപ്പീൽ. ഒന്ന്, ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ. രണ്ടാമത്തെ അപ്പീൽ, നിലവിൽ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികൾ, അവർക്ക് ജീവപര്യന്തം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് അവർക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. ഈ 2 അപ്പീലുകളാണ് ഹൈക്കോടതിയിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പോവുക. ഏതായാലും ഈ വിധിപ്പകർപ്പ് വളരെ വിശദമായുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ, പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്ന സാക്ഷികൾ, ഈ സാക്ഷികളുടെ മൊഴികൾ, ഇതൊക്കെ തള്ളുന്നൊരു സാഹചര്യം, ഇതൊക്കെ പരിഗണിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായ പരിശോധനയിലേക്ക് പോകേണ്ടി വരും. പ്രോസിക്യൂഷൻ ഇന്നും പറഞ്ഞത് കൃത്യമായ തെളിവുകളുണ്ട്. ഒരു കാര്യം, 9ാമത്തെ പ്രതി, അതായത് സുനിൽ, സുനിൽ ഈ മൊത്തത്തിൽ പ്രോസിക്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു. അയാൾ വഴിയാണ് പണം വാങ്ങാൻ ശ്രമിച്ചെന്നായിരുന്നു ഒരു ആരോപണം. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് വളരെ കൃത്യമായി തന്നെ 9ാമത്തെ പ്രതിയെ അക്യൂറ്റ് ചെയ്തുകൊണ്ടുള്ള വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയുടെ ഭാഗത്ത് ഈ കോടതി കണ്ടെത്തുന്നുണ്ട്. അത് വളരെ നിർണായകമായി എന്ന് തോന്നുന്നു, അല്ലേ റോഷി? തീർച്ചയായും അത് ഇതിൽ പ്രതി 9-നെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ പറ്റിയില്ല എന്ന കാര്യമാണ്. മൊബൈൽ ഫോൺ രഹസ്യമായി ജയിലിൽ സൂക്ഷിക്കാനും അത് ചാർജ് ചെയ്യാനും സഹായിച്ചു എന്ന ഈ ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ഗൂഢാലോചന, ദിലീപ് ഇനി ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടെന്നും പണം കൈപ്പറ്റിയെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തള്ളുമ്പോൾ ആ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവ്, പ്രോസിക്യൂഷൻ അതിൻ്റെ ഉന്നയിച്ച വാദങ്ങൾ, അത് ഈ 9ാം പ്രതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വാദങ്ങൾ തള്ളുമ്പോൾ ആ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്കാളിത്തം പൂർണ്ണമായി ഇല്ലാതാകുന്ന തരത്തിലേക്ക് ആ തെളിവുകൾ നിഷ്പ്രഭമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു കേസായി പരിഗണിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, അത് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് സംബന്ധിച്ച് അത് പരാതിയാവുകയും മറ്റൊരു കേസ്, അത് കുറ്റകരമാണ്, അത് മറ്റൊരു കേസായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. അതിൽ ചില കാര്യങ്ങൾ, അതിൽ വ്യക്തതയില്ല, അതിൽ ചാർജർ പിടിച്ചെടുത്തില്ല, അങ്ങനെയുള്ള മറ്റ് ചില സാങ്കേതികപരമായ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രോസിക്യൂഷന്റെ പല വാദങ്ങളും പൂർണ്ണമായും ഈ പ്രതിയുടെ അഭിഭാഷകർ ഉയർത്തുന്ന വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തള്ളുന്ന, നേരത്തെ ശ്യാംദേവരാജ് പറഞ്ഞതുപോലെ തള്ളുന്ന സാഹചര്യമാണ്. പ്രോസിക്യൂഷന്റെ വാദം ഉയർത്തുന്നത് ഇതിൽ തന്നെ ഈ ടാബിൽ ദൃശ്യങ്ങൾ പ്രതി 15-ന്റെ വരവ്, അതായത് ദിലീപിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്നുണ്ട്. അത് നോക്കിയതിനു ശേഷം മാത്രം നമ്മൾ ഉണേർ കൊടുത്താൽ മതി. 1112-ാമത്തെ പേജ്, 1112-ാമത്തെ പേജ് വരുന്നുണ്ട്. 1112-ാമത്തെ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: Accused number 8 was arrested on 10/7/2017, produced before the judicial court on the next day. They റിമാൻഡ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഹിസ് റോൾ ആസ് എ മാസ്റ്റർ കോൺസ്പിറേറ്റർ ആൻഡ് ഓർക്കസ്ട്രേറ്റർ ഓഫ് ദിസ് ഹീനിയസ് ക്രൈം വാസ് ഫുള്ളി റിവീൽഡ് വിത്ത് ക്ലിയർ, കോഗ്നന്റ് ആൻഡ് അക്സെപ്റ്റബിൾ എവിഡൻസ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് പറയുന്നത്. Accused number 8 was summoned on 10/7 to interrogated in the light of the evidences collected and arrested him the same day. എന്താണ് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ അതിൽ ഉള്ളത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശ്യാമ, ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട ഭാഗം 1112, 13, 14 ആ പേജുകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ടല്ലേ? ഡോക്ടർ അരുൺ, ഈ പേജ്, അതായത് ഡോക്ടർ അരുൺ ഇപ്പോൾ വായിച്ച പേജ് ദിലീപ് അറസ്റ്റിലാകുന്ന ദിവസത്തെ സംഭവ വികാസങ്ങളെ ബന്ധപ്പെടുത്തിയാണ്. 2017 ജൂലൈ മാസം 10-നാണ് വൈകിട്ട് 6 മണിക്ക് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് നിയമപരമാണോ എന്നൊരു ചോദ്യം കോടതിയുടെ മുന്നിൽ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഈ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് മെമ്മോ നൽകി, മാത്രമല്ല റിമാൻഡ് ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ഏതാണ്ട് 85 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം 2017 ഒക്ടോബർ മാസം 3-നാണ് ഈ ദിലീപ് 8-ാം പ്രതി
ദിലീപ് രാജിവെച്ച് ക്ഷമിക്കണം 8-ാം പ്രതി ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. ദിലീപ് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നത് ഒക്ടോബർ മാസം 3-ാം തീയതിയാണ്. അതുവരെയുള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയത്. ആ വാദങ്ങളെ സംബന്ധിച്ചാണ് ഈ പേജിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ